64 കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗുകേഷും ചൈനയുടെ ഡിങ് ലിറനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഗുകേഷ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ അധികമൊന്നും കളിച്ചിട്ടില്ലാത്ത ഫ്രഞ്ച് ഡിഫൻസ് ആണ് ഡിങ് ലിറൻ E4-നെതിരെ കളിക്കുന്നത്. D4, D5. ഫ്രഞ്ച് ഡിഫൻസിനെതിരെ വൈറ്റ് പല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. വൈറ്റ് പോണിനെ അഡ്വാൻസ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ പോൺ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നൈറ്റിനെ D2-ലോ നൈറ്റിനെ C3-യിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഗുകേഷ് ചെയ്യുന്നത് നൈറ്റിനെ C3-യിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ കളിക്കപ്പെടുന്ന നീക്കമാണ് നൈറ്റ് C3. ബ്ലാക്ക് നൈറ്റിനെ F6-ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് E5 കളിക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7-ലേക്ക് കൊണ്ടുപോകുന്നു. വൈറ്റ് F4-ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് സെന്റർ പോണുകൾ ഉപയോഗിച്ച് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നു. ഫ്രഞ്ച് അഡ്വാൻസ് വേരിയേഷനിൽ ബ്ലാക്കും വൈറ്റും ഈ പോൺ സ്ട്രക്ചറിന്റെ അടിത്തറയെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കളിക്കുക. അപൂർവം ചില ഗെയിമുകളിൽ ബ്ലാക്ക് F6 കളിച്ചുകൊണ്ട് മുൻപിൽ നിന്നും അറ്റാക്ക് ചെയ്യാറുണ്ട്. ബ്ലാക്ക് C5 കളിക്കുന്നു. ഇവിടെ ഡി ക്യാപ്ചർ C5 കളിക്കുന്നത് വൈറ്റിന് നല്ലതല്ല. ഡി ക്യാപ്ചർ C5 കളിക്കുകയാണെങ്കിൽ വൈറ്റിന്റെ ചിലവിൽ ബ്ലാക്കിനെ ബിഷപ്പിനെ ഒരു നല്ല സ്ക്വയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ വൈറ്റ് കളിക്കുന്ന നീക്കം നൈറ്റ് F3-യിൽ കൊണ്ടുവന്ന് പോണിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഗുകേഷ് ഇവിടെ ഒരു റയർ ആയ ഒരു മൂവാണ് കളിക്കുന്നത്. C3-യിലെ നൈറ്റിനെ E2-യിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് C ക്യാപ്ചർ D4 കളിക്കുകയാണെങ്കിൽ അത് വൈറ്റിനാണ് ഗുണം ചെയ്യുക. C ക്യാപ്ചർ D5 മൂവിന് ശേഷം വൈറ്റ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഈ രീതിയിലാണ് കളി മുന്നോട്ട് പോകുന്നതെങ്കിൽ വൈറ്റിന് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരിക്കും വരിക. ഈ C8-ലുള്ള ബിഷപ്പ് ഫ്രഞ്ചിന്റെ ബാഡ് ബിഷപ്പ് എന്നാണ് അറിയപ്പെടുക. C8-ലുള്ള ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന് ഗെയിമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി മൂവുകളുടെ ആവശ്യം വരും. വൈറ്റിന്റെ ബിഷപ്പുകളാണെങ്കിൽ വളരെ നൈസായ സ്ക്വയേഴ്സിലാണുള്ളത്. ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് നൈറ്റിനെ C6 കൊണ്ടുവരുന്നു. D4 പോണിനെതിരെ കൂടുതൽ പ്രഷർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വൈറ്റ് C3 കളിച്ചുകൊണ്ട് D4 പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരുപാട് സമയത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഡിങ് ലിറൻ അടുത്ത മൂവ് കളിക്കുന്നത്. ആദ്യമായി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നതിന്റെ പ്രഷർ ഗുകേഷിന് ഉണ്ടാവുമെന്ന് ഡിങ് ലിറന് നന്നായി അറിയാം. ഗുകേഷിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഡിങ് ലിറൻ A5 മൂവ് ചെയ്യുന്നു. ഗെയിമിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ഡിങ് ലിറന്റെ തീരുമാനം. വൈറ്റ് നൈറ്റ് F3-യിലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് A4 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് A3 കളിച്ചുകൊണ്ട് ബ്ലാക്കിന്റെ പോൺ മുന്നോട്ട് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ നൈറ്റ് B6 വഴി C4-ൽ വന്ന് നിൽക്കും. C4 നൈറ്റിന് നല്ലൊരു ഔട്ട് പോസ്റ്റ് ആണ്. C4-ൽ വന്ന് നിൽക്കുന്ന നൈറ്റിനെ B3 പുഷ് ചെയ്തുകൊണ്ട് അതിനെ അവിടെ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ വൈറ്റിന് സാധിക്കുകയില്ല. ബ്ലാക്കിന് ക്യാപ്ചർ B3 കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സമയത്ത് A3 പോൺ പുഷ് ചെയ്യുന്നത് വൈറ്റിന് നല്ല ഓപ്ഷൻ അല്ല. വൈറ്റ് ബിഷപ്പിനെ E3-യിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പ് E7-ലേക്ക് കളിക്കുന്നു. ഗുകേഷ് G4 പോൺ പുഷ് ചെയ്യുന്നു. ഈ നീക്കം ഒരു അഗ്രസീവായ ഒരു നീക്കമാണ്. നമ്മൾ ഓപ്പണിംഗ് സമയത്ത് ഡിസ്കസ് ചെയ്ത പോൺ സ്ട്രക്ചറിന്റെ അടിത്തറയായ E6-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് G4 പോൺ പുഷ് ചെയ്യുന്നത്. ഈ ഒരു മൂവ് വൈറ്റിന് കുറച്ച് റിസ്കി ആയിട്ടുള്ള മൂവാണ്. ബ്ലാക്ക് ക്യൂവിനെ A5-ലേക്ക് കളിക്കുന്നു. C3-യിലെ പോണിനെ പിൻ ചെയ്തുകൊണ്ട് D4 പോണിനെതിരെ പ്രഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റ് ബിഷപ്പിനെ G2-യിലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A3 കളിക്കുന്നു. വൈറ്റ് ഇപ്പോൾ B ക്യാപ്ചർ A3 കളിക്കുകയാണെങ്കിൽ C3-യിലുള്ള പോൺ പിന്നാണെന്നുള്ളത് മുതലെടുത്തുകൊണ്ട് വൈറ്റ് D3-യിൽ ഒരു എക്സ്ചേഞ്ച് നടത്തും. C ക്യാപ്ചർ D4 കളിക്കും. അതിനുശേഷം പോൺ ഉപയോഗിച്ച് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയില്ല. C3-യിലെ പോൺ ഒരു ഒറ്റപ്പെട്ട പോൺ ആവുകയും ബ്ലാക്കിന് ക്യൂൻ സൈഡ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുകയും ചെയ്യും. വൈറ്റ് B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C ക്യാപ്ചർ D4 കളിക്കുന്നു. വൈറ്റ് B4 മൂവ് ചെയ്തുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കിലുള്ള ക്യൂവിനെ C7-ലേക്ക് മാറ്റി വയ്ക്കുന്നു. വൈറ്റ് E2-ലുള്ള നൈറ്റ് ഉപയോഗിച്ച് D പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B6-ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് കിങ് സൈഡ് ക്യാൻസലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് E3-യിലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റിനെ C4-ലേക്ക് കൊണ്ടുവരുന്നു. C4 സ്ക്വയർ ബ്ലാക്ക് നൈറ്റിന് ഒരു ഔട്ട് പോസ്റ്റ് ആണ്. വൈറ്റിന് D5-ലോ B5-ലോ പോണില്ലാത്തത് കൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിന് C4-ൽ സുഖമായി സ്ഥാനം ഉറപ്പിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. വൈറ്റ് നൈറ്റിന്റെ അറ്റാക്കിലുള്ള ബിഷപ്പിനെ F2-ലേക്ക് മൂവ് ചെയ്യുന്നു. C8-ലുള്ള ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പ്
ഫ്രഞ്ച് ഡിഫൻസ് കളിക്കുന്ന സമയത്ത് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ആക്റ്റീവ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. ബ്ലാക്ക് ബിഷപ്പിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ബാഡ് ബിഷപ്പ് എന്ന് പറഞ്ഞ് പൊതുവെ ചീത്തപ്പേര് കേൾക്കുന്ന ഈ ഒരു ബിഷപ്പിനെ പിന്നീട് A4 എന്ന സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ B5 സ്ക്വയറിലേക്കോ മൂവ് ചെയ്യാൻ പറ്റും. വൈറ്റ് ക്യൂൻ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് ക്യാപ്ചർ D4 കളിക്കുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് B2ലേക്ക് കളിക്കുന്നു. വൈറ്റിൻ്റെ C3യിലെ പോണിലേക്ക് ക്യൂനിൻ്റെ അറ്റാക്ക് വന്നിരിക്കുന്നു. വൈറ്റ് ക്യൂൻ E3യിലേക്ക് കളിച്ചുകൊണ്ട് C3യിലെ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ C8ലേക്ക് കളിച്ചുകൊണ്ട് C3യിലെ പോണിനെ എതിരെ ഒരു അറ്റാക്ക് കൂടി കൊണ്ടുവരുന്നു. വൈറ്റ് A1ലെ റൂക്കിനെ C1ൽ കളിച്ചുകൊണ്ട് C3യിലെ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂനെ C4ൽ കൊണ്ടുവരുന്നു. A2 പോൺ ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ A2ലെ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുഗേഷ് ശ്രമിക്കുന്നില്ല. പകരം ഗുഗേഷ് ഒരു കൗണ്ടർ അറ്റാക്കുമായി മുന്നോട്ട് പോവുകയാണ്. വൈറ്റ് ഇവിടെ F5 കളിക്കുന്നു. ഡിംഗ്ലിറൻ ഈ പൊസിഷനിൽ ക്യൂൻ ക്യാപ്ചർ A2 കളിക്കുന്നില്ല. ക്യൂൻ D3 കൊണ്ട് ക്യൂൻ എക്സ്ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ പൊസിഷൻ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഡിംഗ്ലിറൻ ക്യൂൻ ക്യാപ്ചർ A2മായി മുന്നോട്ട് പോകാത്തതെന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായ സമയമെടുത്ത് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ശ്രമിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 64 കേരളയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ബ്ലാക്ക് ഇവിടെ ക്യൂൻ ക്യാപ്ചർ A2 കളിച്ചാൽ വൈറ്റിന് F പോൺ ഉപയോഗിച്ച് E6 ക്യാപ്ചർ ചെയ്യാം. വൈറ്റിന് F5 ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഒരേ സമയം ബിഷപ്പിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് വന്നിരിക്കുകയാണ്. ബ്ലാക്ക് എന്തായാലും ബിഷപ്പ് ഉപയോഗിച്ച് അതിനെ ക്യാപ്ചർ ചെയ്യുകയില്ല. ബിഷപ്പ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് അതിനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. ബ്ലാക്ക് F ക്യാപ്ചർ E6 കളിക്കും. അതിനുശേഷം വൈറ്റിന് റൂക്ക് A1ൽ കൊണ്ടുവന്നുകൊണ്ട് A2ലെ ക്യൂനെ അറ്റാക്ക് ചെയ്യാം. ബ്ലാക്കിൻ്റെ ക്യൂൻ C4ലേക്ക് തിരിച്ചു പോകും. B3 സ്ക്വയറിൻ നമ്മുടെ നൈറ്റിൻ്റെ കൺട്രോളിലാണ്. അതിനുശേഷം വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്തെടുക്കാം. പിന്നീട് ഇവിടെ ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ റൂക്കിന് 7th റാങ്കിലേക്ക് ലാൻഡ് ചെയ്തു വരാം. നമ്മുടെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വന്നാൽ ഈ പൊസിഷൻ ബ്ലാക്കിന് നേരിയ മുൻതൂക്കം നൽകുന്ന പൊസിഷനാണ്. ഈ പൊസിഷനിൽ ക്യൂൻ ക്യാപ്ചർ A2 കളിക്കുമ്പോൾ ആ പൊസിഷൻ ഒരു ഡ്രോയിഷ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ബ്ലാക്കിന് ഉള്ള സാധ്യതകൾ നശിപ്പിക്കുകയും വൈറ്റിന് സാധ്യത നൽകുകയും ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഡിംഗ്ലിറൻ ക്യൂൻ ക്യാപ്ചർ A2 ക്യാപ്ചർ ചെയ്യാതിരുന്നത്. ബ്ലാക്ക് ക്യൂൻ D3ലേക്ക് കളിച്ച് ഒരു ക്യൂൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇവിടെ ക്യൂനുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വൈറ്റിന് ഗുണം ചെയ്യുകയില്ല. നമുക്കൊരു വേരിയേഷൻ കണ്ടു നോക്കാം. ഇവിടെ ക്യൂൻ ക്യാപ്ചർ D3 കളിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് A2 ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യും. ഇവിടെ ബ്ലാക്കിനാണ് കൂടുതൽ നല്ല പോൺ സ്ട്രക്ചർ ഉള്ളത്. വൈറ്റിൻ്റെ C3യിലുള്ള പോൺ വീക്കാണ്. E5ലുള്ള പോണും വീക്കാണ്. ഇങ്ങനെ ഒരു എൻഡ് ഗെയിമിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്കിന് തന്നെയായിരിക്കും സാധ്യത. നമുക്ക് കുറച്ചും കൂടി മൂവ്സ് കണ്ടു നോക്കാം. റൂക്ക് C2, ബിഷപ്പ് G5, B5, കിങ് E7, C4, റൂക്ക് ക്യാപ്ചർ C4. ഇവിടെ വൈറ്റ് റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്താൽ ബ്ലാക്കിന് ഒരു പാസ്ഡ് പോൺ വരും. പിന്നീട് കളി ജയിക്കാനും സാധിക്കും. വൈറ്റ് റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ റൂക്കിനെ E2ലേക്ക് കളിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് A2 ഉപയോഗിച്ചിട്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യും. ബിഷപ്പ് ക്യാപ്ചർ ചെയ്യപ്പെട്ടു പോകുന്നതോടെ D4ലുള്ള നൈറ്റിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുകയും അടുത്ത നീക്കത്തിൽ ബ്ലാക്കിന് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഗെയിമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നിന്ന് ഗുഗേഷ് ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഫ്രഞ്ച് ഡിഫൻസിൽ പൊതുവെ എൻഡ് ഗെയിം ബ്ലാക്കിനാണ് അനുകൂലമായിട്ട് വരിക. ഗുഗേഷ് ക്യൂൻ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C1ലെ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ G5ലേക്ക് കളിക്കുന്നു. വൈറ്റ് റൂക്ക് C2ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിൻ്റെ C3യിലെ പോണ ഒരു വീക്ക്നെസ് തന്നെയാണ്. പൊസിഷനിൽ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ബ്ലോക്ക് ചെയ്യണം, പിന്നീട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ചെസ്സിലെ റൂള്. ബ്ലാക്ക് റൂക്കിനെ C4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ റൂക്കിനെ ക്യൂൻ അറ്റാക്ക് ചെയ്യുന്നു. റൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വൈറ്റ് നൈറ്റ് ആണ്. അടുത്തതായി ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം C2ലുള്ള റൂക്കിനെതിരെ അറ്റാക്ക് വരും എന്നുള്ളതാണ് നിലവിലുള്ള ഭീഷണി. വൈറ്റ് റൂക്കിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പായി H4 കളിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു.
ബ്ലാക്കിന്റെ ബിഷപ്പ് F4ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ക്യൂൻ B1ലേക്ക് കളിക്കുന്നു. E1ൽ ഉണ്ടായിരുന്ന ക്യൂൻ B1ലേക്ക് മാറി വന്നപ്പോൾ C3ലേക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടമാവുകയും ബ്ലാക്ക് റൂക്ക് ക്യാപ്ചർ C3 കളിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബ്ലാക്കിന് ഒരു പോൺ ലീഡ് വന്നിരിക്കുന്നു. വൈറ്റ് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം ഒരു പോൺ ഡൗൺ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് എന്തെങ്കിലും സാധ്യത തുറക്കാൻ വേണ്ടി F5 ഓപ്പൺ ചെയ്യാൻ വേണ്ടി F ക്യാപ്ചർ E6 കളിക്കുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റിന്റെ B4ലെയും E5ലെയും പോൺ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ രണ്ടിനെ ഒരേ സമയത്ത് ഡിഫെൻഡ് ചെയ്യാൻ വൈറ്റിന് സാധിക്കുകയില്ല. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് കളിച്ചുകൊണ്ട് ക്യൂവിനെതിരെയും ബിഷപ്പിനെതിരെയും ഒരേ സമയം അറ്റാക്ക് നൽകുന്നു. ബ്ലാക്ക് ക്യൂവിനെ ഉപയോഗിച്ച് E5ൽ ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന് സെന്ററിൽ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പാസ്ഡ് പോണുകൾ അധികമായി വന്നിരിക്കുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂവിനെ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഈ പൊസിഷനിൽ വൈറ്റിന്റെ സാധ്യതകൾ അസ്തമിച്ചു എങ്കിലും വൈറ്റിന് പോരാട്ടം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. വൈറ്റിന് ഒരു ചാൻസസ് കിട്ടുമോ എന്ന് നോക്കാവുന്നതാണ്. ഇവിടെ രണ്ട് രീതിയിൽ വൈറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നുകിൽ ക്യൂൻ C2 കളിക്കാം, അതാണ് ഗെയിമിൽ കളിച്ചത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മൂവാണ് ബിഷപ്പിനെ C5 കൊണ്ടുവരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ആരോ മാർക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. ഇവിടെ നമുക്ക് ആദ്യം ബിഷപ്പ് C5 കളിക്കുന്ന വേരിയേഷൻ ഒന്ന് നോക്കാം. വൈറ്റ് ബിഷപ്പ് C5ലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിനെ ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് ക്യൂൻ ക്യാപ്ചർ H7 കളിച്ചുകൊണ്ട് ഒരു ക്യൂൻ സാക്രിഫൈസ് ചെയ്ത് നോക്കുന്നു. ബ്ലാക്ക് ഈ സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് F8 ചെക്ക്മേറ്റ് ആവുന്നതായിരിക്കും. ബ്ലാക്കിന് ഇവിടെ ക്യൂൻ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യമില്ല. ബ്ലാക്കിന് ഇവിടെ നല്ലൊരു ഡിഫൻസ് മൂവ് കളിക്കാവുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ റൂക്കിനെതിരെ അറ്റാക്ക് വന്നിരിക്കുന്നു. റൂക്കിനെ G8 മൂവ് ചെയ്യാൻ പറ്റത്തില്ല. റൂക്ക് F8 കൊണ്ടുവന്നാലും ചെക്ക്മേറ്റ് ആവും. പക്ഷേ ഇവിടെ ബ്ലാക്കിന് നല്ലൊരു ഡിഫൻസ് മൂവ് കളിക്കാൻ പറ്റും. ആ മൂവ് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് വീണ്ടും ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ കിഡിലൻ ഡിഫൻസീവ് മൂവ് ഇതാണ്. ക്യൂൻ D4 കളിച്ച് ചെക്ക് നൽകുന്നു. ഈ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് പിൻഡാണ്. പിന്നീട് നമുക്ക് റൂക്ക് വെച്ചിട്ട് വൈറ്റിന്റെ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാം. ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് F8 കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും ബ്ലാക്കിന്റെ റൂക്ക് വെച്ച് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാം. കിങ് H2ലോ H1ലേക്കോ മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യൂവിനെ ഉപയോഗിച്ച് H4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുമ്പോൾ പിന്നീട് ക്യൂവിനെ ഉപയോഗിച്ച് ക്യൂവിനെ ക്യാപ്ചർ ചെയ്താലും റൂക്ക് ഉപയോഗിച്ച് വീണ്ടും ചെക്കോട് കൂടി തന്നെ തിരിച്ച് ക്യൂവിനെ ക്യാപ്ചർ ചെയ്തെടുക്കാം. നമ്മുടെ ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ ഗുഗേഷ് ഇവിടെ ക്യൂ C2 ആണ് കളിച്ചത്. ബ്ലാക്ക് ഇവിടെ ക്യൂവിനെ C4 കൊണ്ടുവന്ന് ക്യൂവിനെ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. ബ്ലാക്കിന് വേണമെങ്കിൽ ക്യൂൻ ക്യാപ്ചർ G4 കളിക്കാവുന്നതാണ്. അതിനുശേഷം വൈറ്റ് ക്യൂൻ C7 വരുന്നത് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വേരിയേഷൻ നമുക്കൊന്ന് വേഗത്തിൽ കണ്ടു നോക്കാം. ക്യൂൻ ക്യാപ്ചർ G4, ക്യൂൻ C7, കാസ്ലിംഗ് കിങ് സൈഡ്, ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ക്യൂൻ ക്യാപ്ചർ D7, നൈറ്റ് D3, ബിഷപ്പ് C5, റൂക്ക് ക്യാപ്ചർ F1, കിങ് H2, ക്യൂൻ ക്യാപ്ചർ H4, ബിഷപ്പ് H3, ക്യൂൻ F4, കിങ് G2, നൈറ്റ് E1, ചെക്ക്മേറ്റ്. ബ്ലാക്കിനെ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ക്യൂൻ ബ്ലോക്ക് ചെയ്യുന്നത്. C5നെ ക്യൂൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ക്യൂനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കളിക്കുന്നു. രണ്ട് പോണ് ഡൗണിലിരിക്കുന്ന ഈ സമയത്ത് ക്യൂൻ എക്സ്ചേഞ്ചിന് വൈറ്റിന് താല്പര്യമില്ല. വൈറ്റിനെ ക്യൂൻ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ഫ്രീ ആയി കിട്ടുന്ന പോൺസിനെ ഒന്നും തിന്നാൻ നിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ബിഷപ്പ് C5ഉം അതുപോലുള്ള വേരിയേഷനൊക്കെ വരും എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ 31ാമത്തെ നീക്കത്തിൽ ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആകുന്നു. അതോടുകൂടി റൂക്ക് കൂടി ഗെയിമിലേക്ക് വന്നിരിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റ് D3 കളിക്കുന്നു. വൈറ്റ് ക്യൂൻ E3, റൂക്ക് ക്യാപ്ചർ F1 ചെക്ക് നൽകുന്നു. ബിഷപ്പ് ക്യാപ്ചർ F1. ഇവിടെ ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ 2 പ്രാവശ്യം അറ്റാക്ക് വന്നിരിക്കുന്നു. ക്യൂനും ബിഷപ്പും നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റിനെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുകയില്ല. നൈറ്റ് പിൻഡാണ്. നൈറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പിനെ കൊണ്ട് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യും. ഈ പൊസിഷനിൽ ബ്ലാക്കിന്റെ ബെസ്റ്റ് മൂവ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി
വീഡിയോ പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി. ഇവിടെ ബ്ലാക്ക് ബിഷപ്പ് B5 ആണ് കളിക്കുന്നതെങ്കിൽ എന്താ പറ്റുക എന്ന് നോക്കാം. ബിഷപ്പ് B5 മൂവ് ഒരു ബ്ലണ്ടർ ആണ്. ബിഷപ്പ് B5 കളിക്കുകയാണെങ്കിൽ വൈറ്റ് ബിഷപ്പ് ക്യാപ്ചർ D3 കളിക്കും. ക്യൂവിനെതിരെ അറ്റാക്ക് ആണ്. ക്യൂവിനെ ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ബിഷപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്യൂൻ വെച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ ഇവിടെ വൈറ്റിൻ്റെ മൂവ് അതല്ല. വൈറ്റ് ഇവിടെ ക്യൂവിനെ ഉപയോഗിച്ച് E6 ക്യാപ്ചർ ചെയ്ത് ചെക്ക് നൽകും. കിങ് F8 കിങ് H8 രണ്ട് മൂവ് ബ്ലാക്കിന് കളിക്കാൻ പറ്റും. കിങ് F8 ആണ് കളിക്കുന്നതെങ്കിൽ ബിഷപ്പ് C5 ചെക്ക്മേറ്റ് ആവും. കിങ് H8 ആണ് മൂവ് ചെയ്യുന്നതെങ്കിലും വളരെ പെട്ടെന്ന് ചെക്ക്മേറ്റ് ആവും. ക്യൂവിനെ C8 കൊണ്ടുവന്ന് ചെക്ക് നൽകും. ബിഷപ്പ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വന്നാൽ ഡിംഗ്ലിറൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവാണ് കളിക്കുന്നത്. പോണിനെ പുഷ് ചെയ്യുന്നു, E5ലേക്ക് കളിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് D3 ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ക്യൂവിനെ ഉപയോഗിച്ച് D4 ബിഷപ്പിനെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. വൈറ്റ് ബിഷപ്പ് ക്യാപ്ചർ E5 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂവിനെ ഉപയോഗിച്ച് G4 പോണിനെ ക്യാപ്ചർ ചെയ്ത് ചെക്ക് നൽകുന്നു. വൈറ്റ് ബിഷപ്പിനെ G2 കളിച്ചുകൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F5 കൊണ്ടുവന്നുകൊണ്ട് D3 നൈറ്റിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു. ബിഷപ്പ് G3 കളിക്കുന്നു. അടുത്തതായി ക്യൂൻ E8 വന്ന് ചെക്ക്മേറ്റ് 1 ആണ് മുന്നോട്ട് വെക്കുന്ന ഭീഷണി. ഇതിനു മുമ്പ് ഒരു ഗെയിമിൽ മാഗ്നസ് കാൾസനെതിരെ ഡിംഗ്ലിറൻ മെയ്റ്റിൻ 2 ബ്ലണ്ടർ ചെയ്തിട്ടുണ്ട്. ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ്. മെയ്റ്റിൻ 1 ഒന്നും കാണാതെ ഒന്നും പോകത്തില്ല. ബ്ലാക്ക് ബിഷപ്പിനെ E4 കളിച്ചുകൊണ്ട് E5 ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ H2 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ കിങ്ങിനെ മൂവ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക് H6 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് H3 കളിച്ചുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്യൂ D1 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D6 കളിക്കുന്നു. ബ്ലാക്ക് ക്യൂൻ C2 കളിച്ചുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് A2 പോണിനെ നേടിയെടുക്കുന്നു. വൈറ്റ് കിങ് G3, ബ്ലാക്ക് ക്യൂൻ ക്യാപ്ചർ A2. ബ്ലാക്ക് ബിഷപ്പ് E6 കളിക്കുന്നു. വൈറ്റ് അവസാനമായ ഒരു സാധ്യത കിട്ടുമോ എന്ന് നോക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് കിങ് H8 മൂവ് ചെയ്യുമ്പോൾ ഗുഗേഷ് റിസൈൻ ചെയ്യുകയായിരുന്നു. ബ്ലാക്കിന്റെ കിങ് H7 മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഇവിടെ ഒരു ചെറിയ ചാൻസ് ഉണ്ട്. വൈറ്റ് ക്യൂവിനെ ഉപയോഗിച്ച് E4 ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യും. ചെക്കാണ്. പോൺ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്ന സമയം കൊണ്ട് ബിഷപ്പ് ഉപയോഗിച്ച് A2 ക്യൂവിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ബ്ലാക്കിന്റെ 3 പോണിന് പകരം വൈറ്റിന് ഇവിടെ ഒരു ബിഷപ്പ് ഉണ്ട്. വൈറ്റിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണിത്. പക്ഷെ ബ്ലാക്ക് ഇവിടെ കിങ് H7 മൂവ് ഒന്നും കളിച്ച ഒരു സാധ്യതയും വൈറ്റിന് നൽകിയിട്ടില്ല. ബ്ലാക്ക് കിങ് H8 മൂവ് ചെയ്യുന്ന സമയത്ത് ഗുഗേഷ് റിസൈൻ ചെയ്യുകയായിരുന്നു.